ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റോയൽ പാലസ്. ഇത് വന്നിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. ഇത് വന്നിട്ടൊരു കമ്മ്യൂണിറ്റി സെൻ്ററാണ്. കമ്മ്യൂണിറ്റി സെൻ്റർ എന്ന് പറയുമ്പോൾ കല്യാണം, അതുപോലെ തന്നെ ഇവൻ്റ്, ബർത്ത്ഡേ പാർട്ടി, എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ഹാളാണ്. ഇതാണ് സ്കൈ വ്യൂ റോയൽ പാലസ്. ഇനി നമുക്ക് അകത്തോട്ടുള്ള പരിപാടികളെല്ലാം കാണാം. ഇതാണ് പ്ലേസ്. ഇതെല്ലാം ഞാൻ ചെയ്ത വർക്കുകളാണ്. അതുകൊണ്ട് ഗൈസ്, കസ്റ്റമർ വന്നിട്ടുണ്ട്. നിങ്ങളപ്പല്ല, നമുക്ക് നമ്മളെ പരിപാടികൾ നോക്കാം. ഇത് വന്നിട്ട് ഇവിടെ ഗിഫ്റ്റുകൾ വെച്ച് എന്ന് പറയുമ്പോൾ എങ്ങനെയെന്ന് പറയുമ്പോൾ, കല്യാണത്തിന് വന്നിട്ട് ഇറങ്ങിപ്പോകുന്ന ആളുകളുണ്ടല്ലോ, ആളുകൾ ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ ഇവിടെ രണ്ടുപേര് നിന്ന് ഇവിടെ ഈ മേശപ്പുറത്ത് ഗിഫ്റ്റുകൾ വെച്ചിട്ടുണ്ട്. ആ ഗിഫ്റ്റുകൾ ചിലപ്പോൾ കേക്ക്, മുട്ടായി, ചോക്ലേറ്റ്, അങ്ങനത്തെ സംഭവങ്ങൾ കൊടുക്കാൻ വേണ്ടി, അതിന് വേണ്ടിയാണ് ഈ ഏരിയ. പിന്നെ ഇത് എൻട്രൻസ് ആണ്. പിന്നെ അകത്തോട്ട് പോയി കാണാം. അപ്പോൾ ഗൈസ്, ഈ കാണുന്നത് എൻ്റെ വർക്കാണ്, ഞാൻ ചെയ്ത വർക്കാണ്. ഒരുപാട് വർക്കുകളുണ്ട്. ഓരോ ഫംഗ്ഷൻ ഇതിപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ ഞായറാഴ്ച ചെയ്ത വർക്കാണ്. ഇവിടെ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ 3 ദിവസമാണ് ഇവിടുത്തെ ഫംഗ്ഷൻ നോർമലി. കാരണം അവർക്ക് ഓഫ് ഡേ ടൈമിലാണ് ഇവിടെ ഫംഗ്ഷൻ. എല്ലാവരും ഓഫ് ഡേ ടൈമിൽ ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അതനുസരിച്ച് അവരുടെ സാഹചര്യം അനുസരിച്ച് ഓഫ് ഡേ, പബ്ലിക് ഹോളിഡേ, ഈ ടൈമൊക്കെ ഇവിടെ ഫംഗ്ഷൻ നടക്കും. ഇന്ന് ഫംഗ്ഷൻ ഇല്ല. ഇന്ന് വന്നിട്ട് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഇന്ന് ഫംഗ്ഷൻ ഇല്ല. ഞങ്ങൾ ഫ്രീ ആണ്. അങ്ങനെ ഇതാണ് സ്റ്റേജ്. ഈ കാണുന്നത് സ്റ്റേജ്. ഇതൊരു ചെറിയൊരു സിമ്പിൾ വർക്കാണ്. ഇതിന് വലിയ വലിയ വർക്കുകളുണ്ട്. അതിന് അടുത്തടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇതെങ്ങനെയുണ്ട് ഗൈസ് വർക്ക്? ഓക്കെ അല്ലേ? ഗൈസ്, അടുത്ത നെക്സ്റ്റ് ഇത് ഒരു സ്റ്റേജാണ്. ഇത് വന്നിട്ട് പെർഫോമിങ് സ്റ്റേജ്. നോർമൽ മ്യൂസിക് മാത്രം, അത്രേ ഉള്ളൂ. മ്യൂസിക്,
മ്യൂസിക് ബാൻഡ്. അവർ വന്നിരുന്ന് പാട്ട് പാടാനും പിന്നെ ഇവിടെ അവരുടേതായ ഒരു ട്രഡീഷണൽ മ്യൂസിക് ഒക്കെ വന്നു, അതൊക്കെ വന്നിരുന്ന് ചെയ്യുക പാടുമൊക്കെ. അതിനു വേണ്ടിയാണ് സ്റ്റേ ആണ്. അടുത്ത ഫംഗ്ഷൻ ടൈമിൽ ഞാൻ കാണാം, ഒരു വീഡിയോ ചെയ്യുന്നതായി. പിന്നെ ഇവിടെയും വ്യൂ സെയിം നമ്മൾ നേരത്തെ അടിപൊളി വ്യൂ ആണ്. നെക്സ്റ്റ് നമുക്ക് കല്യാണ പെണ്ണും കല്യാണ ചെറുക്കനും ഇരുന്ന് ആഹാരം കഴിക്കുന്ന ആ ഏരിയയിലോട്ട് പോകും. അപ്പോൾ നേരെ കാണുന്ന അതാണ് അവരിരുന്ന് ആഹാരം കഴിക്കുന്ന സംഭവം. പിന്നെ ഇവിടെ ടേബിള് ടോട്ടൽ ഇത് വന്നിട്ട് ഫ്രണ്ട്സ് ഇതാണ് ബൊഫെ. ഇത് വന്നിട്ട് ബൊഫയാണ് സംഭവം. ഓരോരോ ഐറ്റം കല്യാണ ടൈമിൽ ഇവിടെ നിന്നാണ് ആളുകൾ വന്ന് ഫുഡ് എടുത്ത് കഴിക്കുന്നത്. അതും കൂടി ഞാൻ ഒന്ന് കാണിച്ചു. ബൊഫെ, അതിനകത്ത് ഓരോരോ ഐറ്റം കാണും. എല്ലാവരും വന്ന് ആവശ്യത്തിന് എടുത്ത് കഴിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ അപ്പുറത്ത് ആ സൈഡും ഉണ്ട് ബൊഫെ. പിന്നെ 1-2 സ്റ്റോളുകളുണ്ട്. എല്ലാം ഞാൻ കാണിച്ചു തരാം. എന്തായാലും അതൊക്കെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതാണ്, നമുക്കെല്ലാം കാണാം. ഇതൊക്കെയെന്ന് ഇവിടെ ടോട്ടലി 35 ചെയറുണ്ട്, 35 ടേബിളുണ്ട്. 35 ടേബിളിൽ 10 പേർക്ക് ഇരിക്കാം. 10 പേർക്ക് ഇരിക്കാം. ടോട്ടലി 350 പേർക്ക് ഒരു ഫംഗ്ഷൻ ഇവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ചെറിയ ഹാളാണ്, ബട്ട് ഓക്കെയാണ്. നല്ല എല്ലാ ആഴ്ചയും ഒരു ദിവസം തന്നെ 2 ഫംഗ്ഷൻ 3 ഫംഗ്ഷനൊക്കെ നടക്കും. രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, അങ്ങനെ ടേൺ. ഇവിടെ മണിക്കൂർ കണക്കാണ് ഫംഗ്ഷൻ നടത്തുന്നത്. അപ്പം അതനുസരിച്ച് ഓക്കെയാണ്, ബിസിനസ്സൊക്കെ ഓക്കെയാണ്, നല്ല ഓക്കെയാണ്. ഇതാണ് ഗൈസ് പെണ്ണും ചെറുക്കനും ആഹാരം കഴിക്കാതിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു സെൻറ്ററിലായിട്ട് ഇവിടെ ആയിട്ട് ഒരു രണ്ട് VIP ചെയർ വരും. അവിടെ പെണ്ണും ചെറുക്കനിരിക്കും. ഇത് പിന്നെ അവരെ കുടുംബക്കാരൊക്കെ ഒന്ന് ഇരിക്കാനായിട്ട് അതിനുവേണ്ടിയുള്ള ചെയറാണ്. ഇവിടെ നിന്നാണ് അവർ ഫുഡ് കഴിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ബൊഫെ ഉണ്ട്. ഇതും ബൊഫെ. ഇവിടെയും ആഹാരം ഫുഡ് ആവശ്യമുള്ളവർക്ക് വന്ന് എടുത്ത് കഴിക്കാം. പല പല ഐറ്റം ഉണ്ട്. ഇവിടുത്തെ മലേഷ്യൻ ഫുഡാണ്, നമ്മുടെ ഇന്ത്യൻ ഫുഡും അല്ല, മലേഷ്യൻ ഫുഡ്. അവരുടേതായ ഇവിടുത്തെ ഫുഡ് എന്ന് പറയുമ്പോൾ എല്ലാത്തിലും മധുരമാണ്. നമ്മളെ നാട്ടിലൊക്കെ എന്ന് പറയുമ്പോൾ ഇറച്ചിയിൽ നല്ല എരിയായിരിക്കും. ഇവിടുത്തെ ഇറച്ചിയൊക്കെ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല മധുരമായിരിക്കും, തേനിൽ മുക്കി കഴിക്കും പോലെ ഇരിക്കും. പിന്നെ ഇതാണ് സ്റ്റോള്. ഇത് ഓരോരോ സംഭവങ്ങൾ ഇവിടെ കാണും. അതായത് നമ്മുടെ നാട്ടിലെ പോലെ ഐസ്ക്രീം, പിന്നെ വന്നിട്ട് എന്തോന്ന് പറയാ, ചെറിയ ചെറിയ പലഹാരങ്ങൾ, അങ്ങനത്തെ ഐറ്റം അതെല്ലാം ഇവിടെ കാണും. ആവശ്യമുള്ളത് വന്നിട്ട് നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ്. ഇതാണ് സ്റ്റോള്. ഇനി നമുക്ക് പുറത്തോട്ട് പോയി പുറത്തുള്ള കുറച്ച് കാഴ്ചകൾ കാണാം.
ഹായ് ഗായ്സ്, എങ്ങനെയുണ്ട്? അടിപൊളി വീവല്ലേ? പൊളപ്പ്. എന്റെ പൊന്മേ, മരം എല്ലാം വീണ് കിടക്കുകയാണ്. എല്ലായിടത്തും ഒന്ന് നോക്കി വയ്ക്കണം. ഇവിടെ ഭയങ്കര കാറ്റാണ് ഗായ്സ്. കാറ്റടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞു വിടും. ഇതൊക്കെ എടുത്ത് നോക്കി വയ്ക്കണം. രണ്ടെണ്ണം നൂത്ത് വെച്ച് കണ്ടില്ലേ, കാറ്റടിച്ച് മറിഞ്ഞു വീണ് കിടക്കുകയാണ്. വ്യൂസ് അടിപൊളിയല്ലേ? രാത്രിയാണ് ഗായ്സ് അടിപൊളി. ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ലെവലാണ്. നല്ല ഒന്നും പറയാൻ പറ്റൂ, അങ്ങനത്തെ ഒരു ലെവലാണ്. അടിപൊളിയാണ് ഇവിടെ അങ്ങനെ ഇരിക്കാൻ വേണ്ടി. വെയിൽ സമയത്ത് ഒന്നും ഇരിക്കാൻ പറ്റൂല. മോസ്റ്റ്ലി ഇവിടെ ഈ രാത്രി സമയങ്ങളിലാണ് ഫംഗ്ഷൻ നടക്കാറുള്ളത്. അത് ഫംഗ്ഷൻ ആളുകളൊക്കെ വന്ന് പുറത്താണ് ഇവിടെ വന്ന് അങ്ങനെ ഇരിക്കും. ഈ ലൈറ്റ്, ഈ കാണുന്ന ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ വേണ്ടി. ഇന്നൊരു വീഡിയോ ഞാൻ രാത്രിയത്തുള്ള ഇവിടെ ഫംഗ്ഷൻ നടക്കുമ്പോൾ ഉള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അത് കാണാം. 3-4 മീൻ കൊണ്ടിട്ടിരുന്നു, എല്ലാം ചത്തുപോയി. സംഭവം ചൂട്. ഇത് നിങ്ങനെ വെള്ളം ചാടും, ഇങ്ങനെ വെള്ളം വെളിയിലോട്ട് വരും. അടുത്ത വീഡിയോയിൽ ഞാൻ ഇത് കാണിച്ചു തരാം. വെയിലായില്ലേ ഗായ്സ്? ഇതെല്ലാം ഞാൻ ചെയ്തതാണ്. ഗായ്സ്, ഓക്കെ അല്ലേ? ഇതെല്ലാം ഞാൻ ചെയ്തതാണ് ഗായ്സ്. അങ്ങനെയല്ലേ? ഓക്കെ അല്ലേ? അടിപൊളിയല്ലേ? കൊള്ളാമല്ലേ? മൊത്തത്തില് അടിപൊളി വീവാ. വെയിലായിപ്പോ ഗായ്സ്. വെയിലാവുന്ന വെയിലൊക്കെ ഇവിടെയൊക്കെ കാണാൻ പറ്റുന്നു. വൈകുന്നേരം രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും കാണാൻ പറ്റത്തില്ല. പിന്നെ ഗായ്സ്, ആ കാണുന്ന പാല കണ്ടോ? സംഭവം ഒന്ന് കാണിച്ചു തരാം. അവിടെയൊക്കെ ഈ കാറ്റിന്റെ ആ മൊത്തം കുറെ വീടുകളുണ്ട്. ഫുള്ള് വീടുകളാണ്. എല്ലാം താമസിക്കുന്നതെന്ന് പറയുമ്പോൾ ഫുള്ള് ഇന്തോനേഷ്യക്കാരാണ് താമസിക്കുന്നത്. അവര് നാട്ടിലൊക്കെ അടിപൊളി വീടുകളും നല്ല നല്ല ഇതായിട്ട് ജീവിക്കുന്നവരാണ്. പക്ഷെ ഇവിടെ വന്ന് അവരിങ്ങനെ ചെറിയ ചെറിയ കുടിലുകൾ ഉണ്ടാക്കി ഇതിനകത്ത് അങ്ങനെ താമസിക്കുന്നുണ്ട്. ഒരു കോളനി തന്നെ ഉണ്ട് ഇതിനകത്തോട്ട്. ഇന്നൊരു വീഡിയോ ഞാൻ അതിന്റെ അകത്ത് പോയി ഇനി അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അകത്ത് നല്ല രസമാണ്. ഒരു കോളനി, ഒരു ട്രൈബൽ കോളനി പോലെയാണ് കാണാൻ. നല്ല രസമാണ്. വല്ലാത്തൊരു അന്തരീക്ഷമാണ് അവിടെ. പിന്നെ ഇതോ കാണുന്നത് ഒരു മസ്ജിദാണ്. ക്യാമറ വലിയ ക്ലിയർ ഇല്ല ഗൈസ്, മൊബൈലിലാണ് വീഡിയോ എടുക്കുന്നത്. അത് മസ്ജിദ്. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ മൊത്തം വെള്ളവും കാര്യങ്ങളൊക്കെയാണ്. ഇഷ്ടം പോലെ മീനുണ്ട്. ചില വല്ലപ്പോഴൊക്കെ ആളുകളൊക്കെ വന്ന് ചൂണ്ടയിടുന്നതൊക്കെ കാണാൻ പറ്റും. ഓക്കെ ഗൈസ്.
അപ്പോൾ ഗായ്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനൊരു തുടക്കമാണ്, യൂട്യൂബ് ചാനൽ ഒരു തുടക്കം മാത്രമാണ്. ഇനി നല്ല നല്ല വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് മാത്രമല്ല, മലേഷ്യയിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്, അതെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഹാപ്പി